ഈ ഒരു വ്ളോഗിൽ ഒരു ഹെൽത്തി അത്തായം കാണിക്കുന്നുണ്ട്. അതൊരിക്കലും ഓവർനൈറ്റ് ഓട്സ് അല്ല. പെട്ടെന്ന് കാണുമ്പോൾ ഓവർനൈറ്റ് ഓട്സ് ആണെന്ന് വിചാരിക്കും. നോമ്പായതിനു ശേഷം വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നും സമയം കിട്ടണില്ല. ആദ്യമാണെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിനായിട്ടൊരു സമയം കണ്ടെത്തലുണ്ട്. പക്ഷേ ഈ ഒരു റമദാനിൽ അതിന് സമയം ഞാൻ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് മാത്രമല്ല, കുറച്ച് ആൾക്കാർ എന്നോട് സ്നാക്സിൻ്റെ റെസിപ്പീസ് കാണിക്കുമോ എന്ന് ചോദിച്ചിനി. അതും ഒരു കാരണം കേട്ടോ വീഡിയോ ഇടാത്തതിന്. കാരണം ഞാൻ ഈ ഒരു റമദാനിൽ കുറച്ച് വെയിറ്റ് കുറയ്ക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അത് കാരണം ഞാൻ അങ്ങനെ വെറൈറ്റി സ്നാക്സ് ഒന്നും ഈ ഒരു റമദാനിൽ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. സാധാരണ മക്കൾക്കും വേണ്ടി മാത്രമാണ് ഞാൻ എണ്ണ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും അറിയണ സമോസയും കട്ട്ലേറ്റും കോമൺ ആയിട്ടുള്ള പലഹാരങ്ങളാണ് ഉണ്ടാക്കുന്നത്. അത് പ്രത്യേകമായിട്ട് കാണിക്കാനില്ലല്ലോ എന്നും കൂടെ വിചാരിച്ചിട്ടാണ് ഞാനൊന്നും ഷൂട്ട് ചെയ്യാഞ്ഞത് കേട്ടോ. പിന്നെ 2-3 ആൾക്കാർ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിനി, എന്താ ഇപ്പം വീഡിയോസ് ഒന്നും ഇടാത്തത്, വീഡിയോ ഇട്, കാണാൻ നല്ല രസമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം കുറച്ച് ആൾക്കാർക്കെങ്കിലും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്നറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് ക്ലിപ്സ് ഒക്കെ എടുത്ത് കണ്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഇപ്പോൾ റമദാൻ വന്നാൽ നമ്മളെല്ലാവരും പുതിയ പുതിയ സ്നാക്സ് ഒക്കെ ട്രൈ ചെയ്യൂലേ. കഴിഞ്ഞ വർഷം വരെ ഞാനും അങ്ങനെയാണ്. റമദാൻ മാസത്തിലാണ് പല പുതിയ പുതിയ വെറൈറ്റി മോഡൽ സ്നാക്സ് ഒക്കെ അടുക്കളയിൽ ഉണ്ടാക്കുക. കാരണം ഒരു സ്നാക്ക് എന്തായാലും നോമ്പറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കണം. അപ്പോൾ ആ ഉണ്ടാക്കുന്നത് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് ഉണ്ടാക്കുമ്പോൾ പുതിയൊരു ടേസ്റ്റ് ആവും, നമുക്കത് പഠിക്കാനും കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ അതിനൊന്നും നിന്നിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഡയറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ. അഥവാ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ എനിക്കത് തിന്നണം എന്ന് തോന്നും. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ അതിന് നിന്നിട്ടില്ല. ആദ്യം ഞാൻ വിചാരിച്ചത് ഈ റമദാനിന് എണ്ണ പലഹാരങ്ങളെ ഉണ്ടാക്കരുത് എന്നാണ്. പിന്നെ മക്കളെ പറ്റി ആലോചിച്ചപ്പം ഉണ്ടാക്കാതെക്കാൻ തോന്നിയില്ല കേട്ടോ. കാരണം ഞാനൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിട്ട് വന്നാൽ ഇമ്മനോട് ചോദിക്കും ഇന്നെന്താ നോമ്പറക്കാനെന്നാ. പിന്നെ ബാങ്ക് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക ചെയ്യുക, ആ ഒരു ഉണ്ടാക്കിയ സാധനം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ച് മക്കളും അങ്ങനെ തന്നെ അല്ലേ, എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലേ ഉള്ളൂ ഓർക്കും നോമ്പ് വെക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇവിടെ ഹെൽത്തി എന്നുള്ളതിലുപരി മാനസികമായിട്ടുള്ള ഒരു സന്തോഷാട്ടോ ഞാൻ നോക്കിയത് മക്കളത്. നമുക്ക് എന്തില്ലെങ്കിലും ജീവിക്കാൻ പറ്റും. പക്ഷേ വിശപ്പ് സഹിച്ചുകൊണ്ട് ഏതൊരാൾക്കാണെങ്കിലും ഏതൊരു മനുഷ്യൻക്കും ജീവിക്കാനേ കഴിയൂല. അപ്പോൾ ഈ ഒരു റമദാൻ മാസം എന്ന് പറഞ്ഞാൽ നമ്മളെ ക്ഷമനെ അത്രത്തോളം ഉയർത്തുന്ന ഒരു മാസമാണ്. വിശപ്പിലും ദാഹത്തിലും ഒക്കെ പിടിച്ചു നിന്നുകാണ്ട് ആ ഒരു ബാങ്ക് കൊടുക്കുന്ന സമയം വരെ ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് കിട്ടുന്നുണ്ടല്ലോ. അപ്പം നമ്മളെ ക്ഷമനെ വളർത്തുന്ന ഒരു മാസം കൂടാണ് ഈ ഒരു റമദാൻ മാസം. ഞാൻ പ്രധാനമായിട്ടും ഇന്ന് ഈ വ്ളോഗായിട്ട് വന്നത് അത്തായത്തിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിച്ച് നീട്ടി വലിച്ച് കൊണ്ടുപോകണില്ല കേട്ടോ. പിന്നെ ഇതാ ഈ കാണുന്ന സംഭവങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ ഡയറ്റ് പ്രമാണിച്ച് കഴിക്കുന്നത് കേട്ടോ. അപ്പം എന്തായാലും അത്താഴത്തിൻ്റെ റെസിപ്പിയിലേക്ക് വരാം. ഇതിനു വേണ്ടിയിട്ട് നാട്ടിൽ കിട്ടുന്ന ചെറിയ പഴമാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കുക. ആ ചെറിയ പഴമോ അല്ലെങ്കിൽ റോബസ്റ്റോ, ഈ 2 പഴം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇതിനു വേണ്ടിയിട്ട്. ഞാൻ സാധാരണ റോബസ്റ്റ പഴമാണ് എടുക്കല്. അതിൻ്റെ ടേസ്റ്റാണ് എനിക്ക് ഒന്നും കൂടെ ഇഷ്ടമുള്ളത്. ഇത് നന്നായിട്ട് ഉടച്ചതിൻ്റെ ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ അവലിടട്ടോ. കൂടി പോവണ്ട, 3 ടേബിൾ സ്പൂൺ തന്നെ ഇട്ടാൽ മതി. ഇതന്നെ ഭയങ്കര ഫില്ലിംഗ് ആണ്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പാലൊഴിക്കുക. പാലൊഴിക്കുമ്പം അധികം ലൂസായ മാതിരി ആക്കണ്ട കേട്ടോ. കുറച്ച് ഇതിങ്ങനെ മുങ്ങി നിൽക്കാൻ പാകത്തിന് ഒഴിച്ചാൽ മതി. പിന്നെ അതിലേക്ക് റുമ്മാൻ ഇടുക. പിന്നെ 1 ടേബിൾ സ്പൂണ് ക്രഷ് ചെയ്ത കാഷ്യൂ ഇടട്ടോ. ഞാനിവിടെ കാഷ്യൂ ആണ് ഇട്ടത്. നിങ്ങളെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ള നട്ട്സ് അതിടുക. പീനട്ടോ ബദാമോ അങ്ങനെ എന്താണെങ്കിലും ഇടട്ടോ. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ച് ഹണിയും ചേർക്കട്ടോ. ഇത് കഴിച്ചാലുണ്ടല്ലോ കുറേ നേരത്തിന് പകൽ നമുക്ക് വിശക്കൂലട്ടോ. അത്രയും നല്ല ഫില്ലിംഗ് ആണ്. അത് മാത്രമല്ല ഓവർനൈറ്റ് ഓട്സിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. സ്ഥിരമായിട്ട് ചോറൊക്കെ കഴിക്കുന്ന ആൾക്കാർ ഒന്ന് മാറ്റി പിടിച്ച് കണ്ട് ഇതൊന്നൊരു ദിവസം കഴിച്ചു നോക്കണ്ടി. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും.